എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലുള്ള വാഷ് ബേസിൻ, സിങ്ക് പോലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വെക്കാറുണ്ട്. എന്ത് വൃത്തിയാക്കിയില്ലെങ്കിലും വാഷ് ബേസിനും അടുക്കളയിലെ സിങ്കും ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും അതിൽ അഴുക്കുകളൊക്കെ അവശേഷിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പാടുകളൊക്കെ അതിൽ നിലനിൽക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വീട്ടിലത്തെ വാഷ് ബേസിനാണ്. ഇതിൻ്റെ ടൈലിൽ കുറച്ച് കറകൾ പോലെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ വാഷ് ബേസിലും ചില ഭാഗത്തായിട്ട് ചെറിയ കറകളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിന്ന് വാഷ് ബേസിലെയും അതുപോലെ അതിൻ്റെ ചുറ്റുമുള്ള ടൈലിലെയൊക്കെ കറകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്ക്രബ് എടുത്തിട്ടുണ്ട്. അധികം ബലമില്ലാത്ത സ്ക്രബാണ്. ഇങ്ങനെ ഒരഞ്ഞ പാടുകളൊന്നും വരാത്ത രീതിയിലുള്ള സ്ക്രബാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഹാർഡല്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്. പിന്നെ വേണ്ടത് കോൾഗേറ്റിൻ്റെ ഒരു ടൂത്ത് പേസ്റ്റാണ്. അപ്പോൾ നമ്മളിന്ന് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് വൃത്തിയാക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കോൾഗേറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറുള്ള ഏത് പേസ്റ്റ് ആണെങ്കിലും മതി. കോൾഗേറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കുമെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ സ്ക്രബ് ഒന്ന് നനച്ച ശേഷം കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ആ സ്ക്രബിലൊന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് നമ്മുടെ വാഷ് ബേസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ കയ്യിലെപ്പോഴും ഗ്ലൗസൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുന്നതാട്ടോ നല്ലത്. എൻ്റെ ഗ്ലൗസ് കീറിപ്പോയി, അപ്പോൾ അതുകൊണ്ട് പുതിയത് വാങ്ങാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗ്ലൗസ് ഇല്ലാതെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പം കമൻറ്റിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകൾ വരും. അതുകൊണ്ടാണ് ഞാൻ മുൻകൂറായിട്ട് പറഞ്ഞത് ഗ്ലൗസ് ഉണ്ടെങ്കിൽ അതിട്ടിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ടൈലിൻ്റെ സൈഡിൽ കറകൾ പോലുള്ള ഭാഗത്തും ഈ സെയിം പേസ്റ്റിൻ്റെ സൊല്യൂഷൻ തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടാപ്പ് ഉണ്ടല്ലോ, വാഷ് ബേസിലുള്ള ടാപ്പിലും നമ്മുടെ ഈ പേസ്റ്റിൻ്റെ സൊല്യൂഷൻ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതുപോലത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടാപ്പാണെങ്കിലും തേക്കാം. അതുമല്ല നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ടാപ്പുകളുണ്ടല്ലോ, അങ്ങനത്തെ ടാപ്പാണുള്ളതെങ്കിൽ അതിലും തേച്ച് പിടിപ്പിക്കാം. യാതൊരു കുഴപ്പമില്ല. അപ്പോൾ എത്ര നല്ല അഴുക്ക് അതിൽ പിടിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നന്നായിട്ട് പോയി കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വാഷ് ബേസിൻ്റെ ചുറ്റുവട്ടത്തും അതുപോലെ വാഷ് ബേസിൻ്റെ ഉള്ളിലും പുറത്തും സൈഡിൽ അതുപോലെ അടിയിൽ എല്ലാ ഭാഗത്തും ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഒരു വാഷ് ബേസിൻ കഴുകുന്ന ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഉരച്ച് കഴുകി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും അഴുക്കുകളൊക്കെ നമ്മൾ ആദ്യം സ്ക്രബ് ചെയ്തപ്പോൾ പോവാത്തതുണ്ടെങ്കിൽ പോയി കിട്ടും. പിന്നെ നിങ്ങൾ സ്ക്രബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ എപ്പോഴും അധികം കട്ടിയില്ലാതെ ഹാർഡല്ലാത്തത് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ പോറൽ വരാൻ ചാൻസ് ഉണ്ട്. സെറാമിക്കിൻ്റെ ആണെങ്കിലും അതുപോലെ ഗ്ലാസിൻ്റെ ആണെങ്കിലും ഒക്കെ വാഷ് ബേസിൽ പോറൽ വരും. അത് ഒഴിവാക്കാനായിട്ട് മൈൽഡായിട്ടുള്ള സ്ക്രബ്ബറുകൾ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്ന് തേച്ച് കൊടുത്തു. അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള ബ്രഷാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ അതിൻ്റെ സൈഡിലൊക്കെ ടാപ്പിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നമ്മുടെ സാധാരണ ബ്രഷ് അല്ലെങ്കിൽ സ്ക്രബ്ബറൊന്നും എത്തില്ല. അങ്ങനെയുള്ളിടത്ത് നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. എത്ര കടുപ്പത്തിലുള്ള കറകളുള്ള വാഷ് ബേസിനാണെങ്കിലും ഈ പേസ്റ്റിൻ്റെ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് പേസ്റ്റാണോ ഉള്ളത് അത് ഉപയോഗിക്കാം. ഇപ്പോൾ ചില ഹെർബൽ ടൂത്ത് പേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പേസ്റ്റുകളൊക്കെ അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പല പേസ്റ്റുകൾ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഏറ്റവും അധികം നന്നായിട്ട് വൃത്തിയാവുന്നത് കറകളൊക്കെ പോകുന്നത് കോൾഗേറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ കോൾഗേറ്റ് പോലുള്ള പേസ്റ്റുകൾ, പ്രത്യേകിച്ച് വൈറ്റ് കളറുള്ള പേസ്റ്റുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ വാഷ് ബേസിനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ ക്ലീനായി കിട്ടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും വാഷ് ബേസിനൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ടൈലിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന കറകളെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇരുന്നിരുന്നത് കുറച്ച് കറകളൊക്കെ പിടിച്ച അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി നല്ലപോലെ വൃത്തിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് വാഷ് ബേസിനുകൾ അതുപോലെ തന്നെ അടുക്കളയിലെ സിങ്കൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നല്ലപോലെ ക്ലീനായി കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.